ഡോണ്ട് വറി ദുർജയ്, ഇപ്പോൾ ഇവർ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ്. പെട്ടെന്ന് തന്നെ ഇവർക്ക് ഭേദമാവും, ഒന്നും പേടിക്കാനില്ല. T2 ഇൻഫർമേഷൻ കൊടുത്തത് വേറെ ആരുമല്ല, ഞാനായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നെ എതിർത്ത് തലപൊക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അക്ബർ സേട്ട് എന്താണോ വിചാരിക്കുന്നത് അത് മാത്രമേ നടക്കൂ. എപ്പോ പ്രശ്നം ഉണ്ടാക്കണം, അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഈ അക്ബർ സേട്ടിന് നന്നായി അറിയാം. എന്നെ നീ ചാലഞ്ച് ചെയ്തിരിക്കരുതായിരുന്നു. ഇത്തവണ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം നീ കരഞ്ഞു വിളിക്കാൻ പോവാ. പക്ഷെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിന്റെ കഥ തീർക്കാൻ പോവാണ്. I am police. ബംഗ്ലാദേശ് പോലീസ്. ഞാൻ നിന്നെ പോലെ ഒരിക്കലും എതിരാളിക്ക് മുമ്പിൽ തല കുനിക്കത്തില്ല. ബംഗ്ലാദേശ് പോലീസിന് എതിരാളികളെ കൊല്ലാനാണ് അറിയൂ. എടാ ഒന്ന് നോക്ക്, നീ ആ പേഷ്യന്റ് ഒന്ന് നോക്കാവോ? ഞാൻ വേണമെങ്കിൽ നിനക്ക് എന്റെ കട തന്നെ എഴുതി തന്നോളാം. നീ സന്തോഷമായിട്ട് ഇരിക്കും. നിനക്ക് നല്ലോണം സമ്പാദിക്കാൻ പറ്റൂടാ. നീ തന്നെ വെച്ചോ. ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ
എന്റെ ജോലി തീർന്നു. ജനങ്ങളെ സംരക്ഷിക്കുന്നതാണ് എന്റെ ജോലി. പക്ഷെ നീ ചെയ്യുന്ന ജോലി ജനങ്ങളെ കൊല ചെയ്യുന്നതല്ല, അത് തെറ്റ്. നോ, ഞാൻ ടിറ്റുവിന്റെ ലോക്കറ്റിൽ ലൊക്കേഷൻ ഡിവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാ ഞാൻ ഇവിടെ വന്നേ. ടിറ്റു എനിക്ക് മെസ്സേജ് ചെയ്തപ്പോ ഞാൻ അവന്റെ ലൊക്കേഷൻ കണ്ടു. ബിക്കോസ് ഒരു സഹോദരൻ എന്നെ ദ്രോഹം ചെയ്ത എതിരാളിക്ക് എന്താ ചെയ്യത്തില്ലേ? ഞാൻ ടിറ്റുവിന്റെ മൊബൈൽ ചെക്ക് ചെയ്തപ്പോ ഒരേ ഒരു ലൊക്കേഷൻ ആണുള്ളത്. പക്ഷേ ലൊക്കേഷൻ ഡിവേഴ്സ് വേറൊരു സ്ഥലത്തായിരുന്നു. അക്ബർ സേത്, നിന്റെ ഡെത്ത് ഗെയിം സ്റ്റാർട്ടായി. നിന്റെ കഥ ഇപ്പൊ തീരാൻ പോവാ. അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ലേ സാറേ. ഇതിന് എനിക്ക് ഒരു ബന്ധവും ഇല്ല സാറേ. അയ്യോ, നടക്കാല്ലേ പറഞ്ഞത്. ഉടനെ പോസ്റ്റ്മോർട്ടത്തിന് അറേഞ്ച് ചെയ്യും. എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. യെസ് സാർ. വാ, ഞാൻ ഡിസ്ചാർജ് റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. വേദന ഇപ്പൊ കുറവുണ്ടോ? നിന്റെ കൈ പിടിച്ചതിന് ശേഷം വേദന ഉണ്ടാവത്തില്ലല്ലോ. എപ്പോഴും കളി തന്നെയാ. ഞാൻ എന്താ നിന്റെ ആന്റിബയോട്ടിക്കാ? നീയാണ് എന്റെ ആന്റിബയോട്ടിക്. എന്റെ കാതലി. വെന്റിലേറ്റഡ് മിഷൻ. ഏയ് എടാ കള്ള, സാറൊന്ന് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. എന്താ കാര്യം? നീ ഒരുപാട് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നല്ലേ, റൊമാൻറ്റിക് മൂഡല്ലാതെ എങ്ങനെ ഉണ്ടാവും? ശരി, ഇങ്ങ് നോക്ക്.